അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം പറയാനാണ്. അതുപോലെ തന്നെ ആ കാഴ്ചകൾ കാണുമ്പോൾ ഇത് വേണ്ടിയിരുന്നതാണ് എന്ന് നമുക്കൊന്ന് തോന്നിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ നാട്ടിലും ധാരാളം ചെറുപ്പക്കാർ കൂടി പല പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ, അതുപോലെ പൊട്ടിമുടിയിൽ, കവളപ്പാറയിൽ, മുണ്ടക്കയിൽ ഒക്കെ ആദ്യം നമ്മുടെ ചെറുപ്പക്കാരാണ് ആദ്യമായിട്ട് അവിടെ ഒരു രക്ഷാപ്രവർത്തനം എത്തുന്നത്. ഏത് പ്രതിസന്ധികളിലും ആ നാട്ടിലെ ചെറുപ്പക്കാരായിരിക്കും ആദ്യം ഓടിയെത്തുന്നത്. ചിലപ്പോൾ അവരെക്കുറിച്ച് പല കടകളിലും പല കവലകളിലൊക്കെ ഇരുന്ന് ചില പ്രായമായവരൊക്കെ അവരെ വിമർശിക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ ആവശ്യം വരുമ്പോൾ ഈ വിമർശിക്കുന്നവരൊന്നും സത്യത്തിൽ ഓടിയെത്താനുണ്ടാവില്ല. മിക്കവാറും നമ്മൾ കുറ്റം പറയുന്ന ചെറുപ്പക്കാർ തന്നെയായിരിക്കും. അങ്ങനെ ഒരു വട്ടം ചെറുപ്പക്കാർ കൂടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മയുടെ ഫലമായിട്ട് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ ASK എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അമേൽത്തൊട്ടി സൗഹൃദ കൂട്ടായ്മ എന്നാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അപ്പോൾ ഇന്ന് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. പല കാര്യങ്ങളും അവരിവിടെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നാട്ടിലെ രൂക്ഷമായി അനുഭവിക്കുന്ന കാട്ടാന പ്രശ്നം, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവർ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതതിൻ്റെ ഏതാണ്ട് 90% വിജയത്തിലെത്തി നിൽക്കുകയാണ്. ഇനി ഏതാനും ചില നാളുകൾ കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിസമാപ്തിയിലെത്തും. ഇന്നിപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഈ തലക്കോട് മുള്ളിരിങ്ങാട് റൂട്ടിൽ ധാരാളം പോച്ച, അതായത് ഈ അടിക്കാടുകൾ, ഇതെല്ലാം റോഡ് സൈഡിൽ ഇങ്ങനെ കാടടഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കാടടഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ബൈക്ക് യാത്രക്കാർക്ക്, അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളായ അതിഥികൾക്ക്, ഗസ്റ്റുകൾക്ക് എന്ന് വേണ്ട ഒരുപാട് ആളുകൾക്ക് ഈ കാഴ്ച മറച്ച് നിൽക്കുന്ന ഈ കാടുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അധികാരികളുമായി സംസാരിച്ച് ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാട് വെട്ടിക്കളയാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കാടിൻ്റെ സൈഡിൽ കാട്ടുമൃഗങ്ങൾ പതിയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പുതിയ കക്ഷി എത്തിയിട്ടുണ്ട്. അവൻ ഇച്ചിരി ആക്രമണകാരിയാണ്. അവൻ ഒരു മോഴ ഇനത്തിൽപ്പെട്ട ഒരു ആനയാണ്. അപ്പോൾ തലക്കോട് മുള്ളരിങ്ങാട് റൂട്ടിൽ അവൻ ഒന്ന് വരികയും പലരുടെയും നേരെ ഒന്ന് ചീറി അടയ്ക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അവൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ പതുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ച മറയ്ക്കുന്ന ഈ കാടുകളെ വെട്ടിത്തെളിക്കുന്ന ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂട്ടായ്മയായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവരിറങ്ങി നടത്തുന്ന ഈ പരിപാടികൾക്ക് ഇതിനകത്ത് വേറെ ഒരു ചിന്തയില്ല. നാടിൻ്റെ നന്മ ഇതൊക്കെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യില്ലെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷേ അതിൻ്റെയൊക്കെ പുറകെ നടന്ന് അതൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സമയമാവും. അപ്പോഴത്തേക്കും നമ്മളിൽ ഒരാൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു നിൽക്കും. അപ്പോൾ അത് മുന്നേ കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഈ കൂട്ടായ്മയെ നമുക്ക് സപ്പോർട്ട് ചെയ്താലോ? നമ്മളല്ലാതെ പിന്നെ ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? നമ്മുടെ നാടിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ചെറുപ്പക്കാർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. കാരണം ഇവരുടെ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിരവധി വരാനിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കും. മറിച്ച് യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് കാഴ്ചയിലേക്ക് പോയാലോ? റെഡിയല്ലേ? വായു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ശക്തമായ നേതൃത്വം ഈ കൂട്ടായ്മയ്ക്കുണ്ടെന്നുള്ളതാണ്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അതിൻ്റെ വേണ്ട വിധം ക്രമീകരിക്കുവാനും ഇതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഇനി നമുക്ക് റോഡിലേക്ക് ഇറങ്ങി അല്പം സഞ്ചരിക്കാം. നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോരുമ്പോൾ അല്ലെങ്കിൽ വാഹനവുമായിട്ടൊക്കെ പോരുന്നു കഴിയുമ്പോൾ ഈ കാണുന്ന കണ്ടോ, ഈ വഴിയുടെ തൊട്ടടുത്ത് ആന വന്ന് ഈ പന വട്ട ഓടിച്ച് തിന്നിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ നമ്മൾ ഈ റോഡും ഈ ആനയും ഒക്കെ എപ്പോഴും ഈ സൈഡിൽ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ യുവാക്കളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇതിനകത്ത് മുതിർന്നവരും ഉണ്ടെന്നുള്ളതാണ്. അവർ ഇതിൻ്റെ കൂടെ ഈ പണികൾക്കെല്ലാം
കഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം, അതുപോലെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ സൗഹൃദ കൂട്ടായ്മയിൽ നമുക്ക് ജോയിൻ ചെയ്ത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട്. ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു ദിവസം നമ്മൾ ജോലിയോ നമ്മുടെ പരിപാടികളൊന്നും മാറ്റി വയ്ക്കേണ്ടതില്ല. നമ്മുടെ ഒഴിവ് ദിവസം നമ്മളെ പറ്റുന്നൊരു സഹായം ചെയ്യുന്നു. ഒരുപക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ നാളെ ഈ സൗഹൃദ കൂട്ടായ്മ ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പണിതും മടുത്തു, ആർക്കും പരിചയമില്ലാത്ത പണിയാണ്, വിവിധ തൊഴിലുകളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. രണ്ട് സൈഡും നമ്മൾ ഈ കാടങ്ങ് വെട്ടിക്കളഞ്ഞപ്പോൾ ആ പോച്ചയും ആ മറിഞ്ഞ് നിൽക്കുന്ന മരക്കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. വണ്ടി ഓടിച്ച് ധൈര്യമായിട്ട് പോകാം. കാരണം ഒരു കണ്ണോട്ടം അകലെ ആനയോ അല്ലെങ്കിൽ പന്നിയോ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ റോഡിന് കുറുകെ ചാടുവോ നമ്മുടെ അടുത്തേക്ക് വരുമോ എന്നെല്ലാം നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണാൻ പറ്റും, വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ കാട് മൂടിക്കിടന്നാൽ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും വന്യമൃഗങ്ങൾ മനുഷ്യരിൽ നിന്ന് അകന്ന് നിൽക്കാനാണ് അവന്മാർ ശ്രമിക്കാറുള്ളത്. മനുഷ്യരെ പേടിയാണല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ തലവട്ടം കാണുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനക്കം കേൾക്കുമ്പോഴെല്ലാം ഇവന്മാർ ചെറിയ കാടുകളിൽ പതുങ്ങും. നമ്മളറിയില്ല, അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ വിചാരം ഒരുപക്ഷെ അവനെ ആക്രമിക്കാൻ ചെല്ലുന്നതായിരിക്കും എന്നൊക്കെ ആണ് ഈ മൃഗങ്ങളുടെ ഒരു വിചാരം. അപ്പോൾ അവനൊന്ന് ഓടി നോക്കും, പിന്നീട് പകച്ച് നിൽക്കും, അതിനുശേഷം അവൻ തിരിഞ്ഞാക്രമിക്കും. അവൻ ഒരടി വയ്ക്കുമ്പോൾ നമുക്ക് 100 അടി വയ്ക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഒരാന ഒരടി വയ്ക്കുമ്പോൾ നമുക്ക് 15 അടി വെച്ചെങ്കിൽ മാത്രമേ പിന്നിടാൻ പറ്റുള്ളൂ, അവൻ്റെ മുമ്പിൽ ഓടാൻ പറ്റുള്ളൂ. അതാണ് ആനയുടെ സ്പീഡ്. മിക്കപ്പോഴും ആന ഓടിക്കുമ്പോൾ ആന ജയിച്ചു വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഒരടി എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ ഒരടി എന്ന് പറയുന്നത് നമുക്ക് 15 അടിയാണ്. അപ്പോൾ ആനയുടെ ഒപ്പം 15 അടിക്ക് നമുക്ക് ഓടാൻ കഴിയുമായിരുന്നു, നമ്മൾ ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനും നമ്മുടെ യുവാക്കൾക്കും ഇതിലെ വരുന്ന ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം വളരെ പ്രയോജനകരമാണ്, അഭിനന്ദനാർഹമാണ്. അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനുള്ള നന്മ അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ നിങ്ങൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, നോട്ടിഫിക്കേഷൻ വരും. നേരെ മറിച്ച് യൂട്യൂബിലാണ് നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാനിടുന്ന നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഞാൻ ഇട്ടു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനി കാണാം. അതുവരേക്കും നമസ്കാരം.